അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ഗാർഡനിലെത്തി ഗൈസ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കുളം ആമ്പലല്ലേ? ആമ്പൽക്കുളം തന്നെ. നിറയെ ആമ്പലുണ്ട്. ഒന്നും വിരിഞ്ഞിട്ടില്ല. അവിടെ കുറേ എണ്ണം വിരിഞ്ഞു. എവിടെയൊക്കെ അത് താമരല്ലേ? അത് അതുള്ളല്ലേ. ചീരയുണ്ട് ഇവിടെ. ചീര ഇത് മൊത്തം മുളകല്ലേ? പച്ചച്ചീര, ചുമന്ന ചീര ഇഷ്ടം പോലെ ഉണ്ട്. ചീര ഇത് മറ്റേ പേര് നല്ല പപ്പായ ഉണ്ട്. പേര് കറിവേപ്പിലൊക്കെ നമുക്കവിടെ കറിവേപ്പില കിട്ടാനില്ല. നമ്മുടെ ഇഷ്ടം പോലെ കറിവേപ്പില. സ്ഥലം തിരുവനന്തപുരം. ഇത് മറ്റേ കോഴിവാലം ചെടിയില്ലേ? ഇത് ചോളം. ഇത്ര കറക്റ്റ് വേറെ ആർക്കും കിട്ടിയിട്ടില്ലേ? ഇത് നമ്മൾ മെഡിസിൻ ബിക്സ് ഇല്ല, നമ്മൾ വലിക്കുന്ന അതാണ്. വലിച്ചു നന്നായിട്ട് പെരുമിച്ച് വലിച്ച് നന്നായിട്ട് പെരുമിച്ചു. അതിന്റെ മണം വരുന്നില്ലേ നിങ്ങൾക്ക്? ബിക്സാണ്, മെഡിസിനാണ്. മടുത്തു അത് മറ്റേ തുളസി തന്നെ ബേസിൽ ഈ വിക്സിൻ്റെ നമുക്ക് കൊണ്ടൊക്കെ നമ്മൾ ചിക്കൻ മസാലക്ക് 2 ലീഫ് ഇടുമ്പോൾ അതിൻ്റെ എല്ലാം മസാല കൂട്ടായി. മസാലയുടെ ഇത് ഉണ്ടായി. തന്നെ ഇളവനാണ്. ഒരെണ്ണം 10 കിലോ വെയിറ്റ് വരും. അത് കുമ്പളം. ഇത് വേറെ ഇത്ര ഉണ്ടാവില്ല. ഇത് മരുന്നിനൊക്കെ നമ്മൾ എടുക്കും. നെയ്ക്കുമ്പളം എന്ന് പറയും. നെയ്ക്കുമ്പളം. ഇത് ഒട്ടുമാവാണ്. ഒട്ടുമാങ്ങാണിത്. നല്ല മധുരമുള്ള ഇത് കടച്ചക്ക. ചെമ്പരത്തി പച്ചമുളക്, വഴുതന, കോല്, കഴിക്കാതെ ഇത് ഫുള്ള് ചാമ്പക വന്നിട്ട് വെയിറ്റുകൊണ്ട് മരം മറിഞ്ഞു. വലിയത് ഇവിടെ
റാഡിഷിൻ്റെ തക്കാളി തക്കാളി. കുറുമ്പുണ്ട്. കുറുമ്പ് പുളിയില്ലേ? ഇത് മറ്റേ കൊതിപ്പില്ല, ലെമൺ ഗ്രാസ്. മറ്റേ ഇത് വാളംപുളി, മറ്റേ കുടംപുളി, വാങ്ങിക്കുന്ന കുടംപുളി. ഇത് കുടംപുളി. അമ്മക്ക് അറിഞ്ഞു ഇത് നമ്മൾ വറുത്തിട്ട് മറ്റേ കപ്പലിൽ നിന്ന് പോലെ പൊളിക്കുന്നുണ്ട്. വാദത്തിനൊക്കെ നല്ല പണ്ടുള്ളവരൊക്കെ അത് കഴിക്കും. അത് തന്നെ അതാണ് അത് നമ്മൾ നേരത്തെ കണ്ടില്ല. വേണം അങ്ങനെ തരാൻ കൊണ്ടുപോകണം. പിന്നെ ചീരയില വേണം. ചീരയുടെ ചീരയില ബീച്ചിൽ പപ്പായ പഴുത്ത വേണമെങ്കിൽ തരാം. എന്തിനും കാറിലാ വന്നത്. കാറിലാ വന്നത്, അപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇതൊരു സുന്ദരിച്ചിരുന്ന ഐറ്റംസ്. ചീര തന്നെ, ചീരയുടെ കാന്താരി കാന്താരി മുളക് എന്തെങ്കിലും പറഞ്ഞാൽ തരാം. ബട്ടർഫ്ലൈ വരുന്ന ഒരു ചെടിയാണിത്. ചിത്രശലഭം വരുന്നത് അത് പിടിച്ച് വരുന്നതാണ്. ചൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് വന്നിട്ട് ഇതിനകത്ത് ഇത് കായായിട്ട് മാറും. അതിനകത്ത് തുളച്ച് മുട്ടയിട്ടിട്ട് വിരിഞ്ഞ് അതിനകത്ത് തന്നെ ഇതിൻ്റെ ഒരു നീരും ചാറൊക്കെ കുടിച്ചിങ്ങനെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ചെടിയാണ്. ഇതിനാണ് അരി തരാം. കിളിപ്പിക്കാൻ കൊണ്ട് കിളിപ്പിക്കാനത് ഉണ്ട്. ഇത് മറ്റേ റോബസ്റ്റ വാങ്ങുന്നത്. റോബസ്റ്റ ചെറിയ കണ്ണക്കറി കിട്ടുക. ഇതാണ് റോബസ്റ്റ കൊല. റോബസ്റ്റല്ലേ? ഉണങ്ങെടുത്ത് ഇത്ര ഇവിടെ വന്നുകൊണ്ട് സ്വയറ്റ് പിടിക്കാം. കുഴപ്പമില്ല. കപ്പലുണ്ട് നമ്മളെ പീനട്സ്. ഇത് ബ്രിഞ്ചാൾ ഇതാണ് ഇതിനെ മൂത്ത കുരുവാണ തരാം. കിളിപ്പിക്കാൻ തരാം. നല്ല കളറാണ്. നല്ല കളറ് ഇവിടെ കിടപ്പുണ്ട്. നല്ല രസമാണ്.
ഒന്ന് കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് ബ്ലഡ് പോലെ വരുന്നത് ശരിക്കും പൊട്ടി അത്ര ഗുണമുള്ള സാധനം. നമ്മൾ കറിക്ക് മറ്റേ ചെറുവല ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ കുരു കൊണ്ടായിട്ടാണ് കിളിക്കും കേട്ടോ. കിളിക്കുമല്ലേ? ഈ കുരു 5-6 കൊണ്ടുപോയിട്ട് കിളിപ്പിച്ചാൽ നമ്മൾ തോരൻ വെക്കാനായിട്ട് മറ്റേ ചീര അരിഞ്ഞ് കറി വെക്കണ പോലെ തന്നെ അതുപോലെ തന്നെയാണ് തണ്ടും എല്ലാം കൂടി അതുപോലെ തന്നെ അരിഞ്ഞ് കറി വെച്ചാൽ ഇത് കിളിക്കും. അത്ര ഗുണമാണ്. കണ്ടിട്ടില്ല. ഞങ്ങളൊരു 20 വാഴങ്ങട്ട് വെച്ചാൽ 4 ദിവസം നിൽക്കുമെന്നിങ്ങനെ കാണുന്നില്ല. മധുരക്കിഴങ്ങ് ഉൾപ്പെടെ കാണുന്നില്ല. എല്ലാം കുളക്കിടക്കണേ കൂട്ടത്തിലാണ്ട കാണാത്തത്. പയറ്, വെണ്ട, ഇതാണ് മറ്റേ നമ്മൾ പറഞ്ഞില്ല. ഇത് ഉണങ്ങിയിട്ട് ഞങ്ങൾ ഇതും ഇവിടെ ഏറ്റവും കൂടുതൽ ഇറച്ചി വയ്ക്കുന്ന സാധനം ഇതാണ്. ഈ ഷൂട്ടിങ് ചെയ്യാൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ് അവർ ആകർഷിക്കുന്നത്. ഈ ബട്ടർഫ്ലൈയുടെ അരിയാണത്. ഇത് നമ്മൾ കുഴിച്ചിട്ട് അരി പൊട്ടിച്ചിട്ട് അരി വിതറിയിട്ട് മണ്ണിട്ട് പിന്നെ കിളുത്ത് വന്നോളും. നിറച്ചത് ഇഷ്ടംപോലെ വരും. ബട്ടർഫ്ലൈ വെയിലത്തായിരിക്കണം കേട്ടോ. വെയിൽ കിട്ടണടുത്തും നല്ല ഞങ്ങളുടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങൾ ബട്ടർഫ്ലൈ വെക്കുന്ന ആ ഏരിയ അതായിരുന്നു. അവിടെ നിന്ന് പറിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളു അവിടെ. ഞങ്ങൾ അരി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ 1 മാസം കൊണ്ട് അവിടെ കിളത്ത് നല്ല ഗസ്റ്റ് അല്ല. ഇതാണ് കൂടുതൽ ആകർഷിക്കുന്നത് ഇതിനേക്കാൾ. അങ്ങനെ ഇവർ അവിടെ എഴുതിയിടും. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് അതാണ് വന്നത്. കഴിഞ്ഞ വർഷം വന്നതിൽ ഇതാണ് പച്ചക്കറിയേക്കാൾ ഗംഭീരം അതാണെന്ന് പറഞ്ഞു. കാണാം ഒച്ച കാണാം. പിന്നെ എടുക്കാം. പാടുന്നില്ല. അപ്പോൾ നമ്മൾ സാന്താരിപ്പാൽ റിസോർട്ട് ചാച്ചാ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അതെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നത്തെ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചാച്ചാ.